PV Anwar, മലയോര ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ മാതൃഭൂമി ന്യൂസ് നിരന്തരം പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട്. ഈ പറയുന്ന കാട്ടാനയുടെ പ്രശ്നമാണെങ്കിലും കടുവയുടെ പ്രശ്നമാണെങ്കിലും എല്ലാ പ്രശ്നങ്ങളും നിരന്തരമായി ഞങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാറുമുണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നമുണ്ട് ശ്രീ PV Anwar. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ ഈ നഗരഹൃദയ ഭാഗത്തുണ്ടാകുന്ന അപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ ബഹുനില കെട്ടിടങ്ങൾ, ഫ്ളാറ്റുകൾ, അതിന്റെ 7ാം നിലയിലോ 10ാം നിലയിലോ ഒന്നും കടുവയും പുലിയും കടന്നു വരില്ല. അവിടെ നമുക്ക് നമ്മുടെ സ്വീകരണ മുറിയിൽ ഇരുന്ന് കാണാനുള്ളൊരു വാർത്ത മാത്രമായി ഇത് മാറുന്നുണ്ട്. ഇതിലൊരു പൊതുജന വികാരം ഉണ്ടാകുന്നില്ല. ഇത് നമ്മൾ അവഗണിച്ച് നിർത്തിയിരിക്കുന്ന, നമ്മൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നിർത്തിയിരിക്കുന്ന ആളുകൾ അവർ മാത്രം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായി മാറുകയാണോ? മാധു, ഇതിൽ രണ്ട് കാര്യങ്ങൾ. മാധു ഈ പറഞ്ഞെടുത്ത് വെച്ച കാര്യങ്ങൾ സൂചിപ്പിക്കുക. ഇപ്പോൾ മാധു സൂചിപ്പിച്ചത് ലോജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. 7ാം നിലയിലും 5ാം നിലയിലും 10ലും ഒന്നും പുലി വരില്ല. പക്ഷേ കോഴിക്കോട് ടൗണിലും എറണാകുളം സിറ്റിയിലൊക്കെ ഉള്ള സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഡ്രസ്സ് അലക്കി പുറത്ത് ഈ അപ്പാർട്ട്മെൻറ്റിൽ വീട്ടുകാർക്ക് അലക്കിയിടാൻ കഴിയാത്ത അവസ്ഥയാണ്. കുരങ്ങിൻ്റെ ശല്യം സിറ്റികളെ അഭിമുഖീകരിക്കാൻ തുടങ്ങിയിട്ട് വലിയ ഇഷ്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ പറയുന്നു, ഹൈക്കോടതിയിൽ പോലും തൊട്ടടുത്ത ഫോറസ്റ്റിൽ നിന്ന്, ഹൈക്കോടതിയുടെ പിന്നിലുള്ള ചെറിയ ഫോറസ്റ്റിൽ നിന്ന് കുരങ്ങൾ വന്നുകൂടി ഹൈക്കോടതിയെ പോലും തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ വികാരം പ്രകടിപ്പിക്കുന്നില്ല, പ്രതികരിക്കുന്നില്ല എന്നതൊരു വസ്തുതയാണ്. ഇവിടെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. രണ്ടാമത്, ഇതിന് വികാരപരമായി ഇടപെട്ടിരുന്നത് മലയോര കർഷകരാണ്. സത്യത്തിൽ ഇന്ന് അവർക്ക് സ്വന്തം കാലിൽ ചവിട്ടി നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത വിധം കേരളത്തിലെ 1,30,00,000 ജനങ്ങളുടെ ജീവിതം സമ്പൂർണമായും താളം തെറ്റി നിൽക്കുന്ന അവസ്ഥയാണ്. കർഷകരെ സംബന്ധിച്ച് അവർക്ക് ഒരു കൃഷി ഉണ്ടാക്കാൻ വയ്യ. 10 സെൻറ്റ് ഉള്ളവനും 10 ഏക്കർ ഉള്ളവൻ്റെയും അവസ്ഥ ഒന്നാണ്. റബ്ബറായിരുന്നു ഈ മലയോര മേഖലയിൽ മറ്റൊരു വരുമാന മാർഗം പിടിച്ചു തന്നിരുന്നത്. ഇപ്പോൾ ഈ ആനയുടെയും പുലിയുടെയും ശല്യം കൊണ്ട് റബ്ബർ വെട്ടാൻ ആളെ കിട്ടാനില്ല. ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ ഈ പറയുന്ന ഇല നുള്ളാൻ ആളില്ല, കാപ്പി എടുക്കാൻ ആളില്ല. അപ്പോൾ കൃഷിയുള്ളവർക്ക് കൃഷിയുടെ ആദായം എടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. 7 മണിയോടുകൂടി കടകൾ അടക്കുന്നു. സ്കൂളുകളിലേക്ക് കുട്ടികളെ ചില ദിവസങ്ങൾ പറഞ്ഞയക്കാൻ രക്ഷിതാക്കൾ ഭയപ്പെടുന്നു. 4 മണിക്ക് സ്കൂൾ വിടുന്ന സ്കൂളിൽ 3 മണിക്ക് തന്നെ പോയി മക്കളെ ബലമായിട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന അവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള മലയോര മേഖലയിലുള്ള ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നത് എന്താണ്? കേന്ദ്രത്തിനെ പരിപൂർണമായും പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേളു മിനിസ്റ്റർ പറയുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം വളരെ ദയനീയമായിട്ടാണ് പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 972 നിയമം ഭേദഗതി ചെയ്യണ്ടേ? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, നമ്മൾ ഒരുമിച്ച് നിൽക്കണ്ടേ? പക്ഷേ മാധു, ഞാൻ ഒറ്റ കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക്, കേരളത്തിലെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 1972 അനിമൽ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഈ പറയുന്ന പ്രൊട്ടക്റ്റഡ് അനിമൽസ് മനുഷ്യർക്ക് ദോഷകരമാകുകയും മനുഷ്യരെ അറ്റാക്ക് ചെയ്യുകയും ചെയ്താൽ അതിനെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ഈ നിയമത്തിൻ്റെ പ്രൊവിഷനിലുണ്ട്. അത് കേരളത്തിൽ തീരെ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭീഷണി. അപ്പം അതിന് കൃത്യമായ ഒരു രേഖ, ഇതൊരു 2 മിനിറ്റ് ഞാനൊന്ന് വായിക്കാം, നിങ്ങളൊന്ന് കേൾക്കണം. ഇത് കേരളത്തിലെ രാജ്യസഭാ MP ശ്രീ P. സന്തോഷ് കുമാർ കേന്ദ്രമന്ത്രിക്ക് പാർലമെൻറ്റിൽ നൽകിയ ഒരു മോഷന് കിട്ടിയ മറുപടിയാണ്. വൈഡ് ലെറ്റർ നമ്പർ DO നമ്പർ WL 70/24/2023 2023 ഡേറ്റഡ് 18th February 2023. ശ്രീ ഭൂപേന്ദ്ര യാദവ്, മിനിസ്റ്റർ എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ഇൻഫോംഡ് ശ്രീ P. സന്തോഷ് കുമാർ, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, രാജ്യസഭ, ആസ് ഫോളോസ്. ഇനിയാണ് മാധു, നിങ്ങളിത് കൃത്യമായി കേൾക്കണം. Please refer to the special motion mentioned raised by you on 8th February 2023 in Rajya Sabha regarding the need of addressing the human-wildlife conflict in Kerala. I would like to inform you that management of wildlife is primarily the responsibility of the state government. Wildlife-നെ മാനേജ് ചെയ്യേണ്ട അടിസ്ഥാനപരമായ ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് ദി വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ കൃത്യമായും പറയുന്നു, വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റ് പ്രൈമറി ആയിട്ടുള്ളൊരു ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്.
The chief wildlife warden of the state has the powers to take measures to address human-animal conflict, including grant of permission for hunting of animals that have become the dangerous to human life of the or property. ഇനി കേട്ടോളൂ നിങ്ങൾ. The ministry has also issued advisories to the state government of Kerala on management of human-wildlife conflict. As the matter raised by you within the purview of the state government, the ministry has requested, central ministry is requested to the chief wildlife of Kerala to take necessary action in this regard. ഭൂപേന്ദ്ര യാദവ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അപ്പം അവർക്ക് ഇത് തന്നെ മാധു, ഈ മിനിസ്റ്റർ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ വന്ന സമയത്ത് കർഷകരെ പോയി കണ്ടപ്പോൾ അദ്ദേഹം ഇതേ കാര്യം പറഞ്ഞതാണ്. അപ്പോൾ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസിനെ കൊന്നു കളയാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ആ അനുവദിച്ച നിയമം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ ലൈഫ് നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. വളരെ